ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ സർവേ വെസൽ ഇക്ഷക് ഇന്ന് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരതയിലൂടെ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിനെ ദുർബലപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന എന്യൂമറേഷൻ ഫോം വിതരണത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ്, അർജുൻ എറിഗൈസി, പെൻഡല ഹരികൃഷ്ണ എന്നിവർ 3ാം റൌണ്ടിലേക്ക് കടന്നു. വാർത്തകൾ വിശദമായി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകുന്നേരം 6 മണിവരെയാണ് പോളിംഗ്. വിശദാംശങ്ങളിലേക്ക്. ബീഹാറിൽ 314 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 3,75,00,000-ലേറെ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിമ്രി, ഭക്തിയാർപൂർ, മഹിഷി, താരാപൂർ, മുൻഗർ, ജമാൽപൂർ, സൂര്യഗഢ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ 56 പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. വോട്ടർമാർക്ക് പരാതികൾ അറിയിക്കുന്നതിന് പട്നയിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കേന്ദ്ര സായുധ പോലീസ് സേനയെയും സംസ്ഥാന പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-ന് നടക്കും. ഈ മാസം 14-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബദൽപൂർ, അരാരിയ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും വിവിധ ജില്ലകളിൽ ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി പ്രസാദ് യാദവ് വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 150 വർഷം പ്രമാണിച്ച് രാജ്യവ്യാപകമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകുകയും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും ഉയർത്തിക്കാട്ടുകയും ചെയ്ത കാലാതീത രചനയാണ് വന്ദേമാതരം. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള ക്യൂറേറ്റഡ് എക്സിബിഷൻ, ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും. സർവേ വെസൽ ക്ലാസിലെ 3ാമത്തെയും ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനമായുള്ള ആദ്യ കപ്പലുമായ ഇക്ഷക് കമ്മീഷൻ ചെയ്യാനൊരുങ്ങി ഇന്ത്യൻ നാവികസേന. ഇന്ന് കൊച്ചിയിലെ നേവൽ ബേസിൽ നടക്കുന്ന ചടങ്ങിൽ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സാന്നിധ്യത്തിൽ കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും. കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വത്തിന്റെ തിളക്കം മാറുന്ന ഉദാഹരണമായി ഇക്ഷക് നിലകൊള്ളുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ കൃത്യത, ലക്ഷ്യം എന്നിവയുടെ പ്രതീകമാണ് SVL ഇക്ഷക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ വോട്ടർമാരുൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ രാത്രിയിലും BLOമാർ വീടുകളിലെത്തി ഫോം വിതരണം ചെയ്യുമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസറും ജില്ലാ കളക്ടർമാരും കഴിയും വിധം BLOമാരോടൊപ്പം വീടുകൾ സന്ദർശിക്കുന്നതാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. യോഗത്തിൽ പങ്കെടുത്ത BJP ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചുചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി ഇന്ന് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർവഹിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീഡിയ ഹാൻഡ്ബുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രകാശനം ചെയ്യും. ആദ്യ പതിപ്പ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി ഏറ്റുവാങ്ങും. ശില്പശാലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം നൽകും. ആകാശവാണിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ശില്പശാലയിൽ പങ്കെടുക്കും.
ആഗോള സഹകരണ സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങിൽ 1-2 സ്ഥാനങ്ങൾ നേടിയ രാജ്യത്തെ മുൻനിര സഹകരണ സ്ഥാപനങ്ങളായ അമുലിനെയും ഇഫ്കോയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സഹകരണ മേഖല ഊർജ്ജസ്വലമാണെന്നും നിരവധി ജീവിതങ്ങളെ ഇത് പരിവർത്തനം ചെയ്യുന്നുണ്ടെന്നും സമൂഹ മാധ്യമത്തിൽ പ്രധാനമന്ത്രി കുറിച്ചു. ഈ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ വനിതാ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘത്തിന് സ്വീകരണം നൽകി. ലോകകപ്പ് നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി തങ്ങളെ പ്രചോദിപ്പിച്ചതായി ടീം അംഗങ്ങൾ പറഞ്ഞു. തുടർച്ചയായ ശത്രുതയിലൂടെയും അതിർത്തി കടന്നുള്ള ഭീകരതയിലൂടെയും പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിനെ ദുർബലപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദോഹയിൽ നടന്ന 2ാം ലോക സാമൂഹിക വികസന ഉച്ചകോടിയുടെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ നിയമാനുസൃത പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ നിരവധി തവണ ഉടമ്പടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. पाकिस्तान ने सस्टेन्ड हॉस्टिलिटी और क्रॉस बॉर्डर टेररिज्म से इंडस वाटर ट्रीटी की स्पिरिट को कमजोर किया है. जहां तक भारत के केंद्र शासित प्रदेश जम्मू और कश्मीर का सवाल है, पाकिस्तान को भारत के अंदरूनी मामलों पर टिप्पणी करने का कोई अधिकार नहीं है, खासकर तब जब वह भारत के नागरिकों के खिलाफ क्रॉस बॉर्डर टेररिज्म में लिप्त है. അമേരിക്കയിൽ വിർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ വംശജയായ ഗസല ഹാഷ്മി. പദവിയിലെത്തുന്ന ആദ്യ ദക്ഷിണേഷ്യൻ അമേരിക്കക്കാരിയും ആദ്യ ഇന്ത്യൻ വംശജയുമാണ് അവർ. ഡെമോക്രാറ്റ് നേതാവായ ഹാഷ്മി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജോൺ റീഡിനെ പരാജയപ്പെടുത്തിയാണ് വിജയം സ്വന്തമാക്കിയത്. 1964 ഹൈദരാബാദിൽ ജനിച്ച ഹാഷ്മി 4ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയിരുന്നു. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾ. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർമാരായ ഡി ഗുഗേഷ്, അർജുൻ എറിഗൈസി, പെൻഡല ഹരികൃഷ്ണ എന്നിവർ 3ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഗുഗേഷ് കസാഖിസ്ഥാൻ താരത്തെയും എറിഗൈസി ബൾഗേറിയൻ താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. ലോക ബ്ലിറ്റ്സ് ചാമ്പ്യനും 2 തവണ ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിസ്റ്റുമായ റഷ്യയുടെ യാൻ നീംപോംനിഷിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ദീപ്തയൻ ഘോഷ് അട്ടിമറി വിജയം നേടി. ഈജിപ്തിലെ കെയ്റോയിൽ ഇന്ന് ആരംഭിക്കുന്ന ISSF വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 40 അംഗ ഇന്ത്യൻ സംഘത്തെ മനു ഭാക്കറും സ്വപ്നിൽ കുസാലയും നയിക്കും. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കർ പിസ്റ്റൾ ടീമിനെയാണ് നയിക്കുക. ഈ മാസം 17 വരെ നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 72 രാജ്യങ്ങളിൽ നിന്നുള്ള 720 ഷൂട്ടർമാർ പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് നടക്കും. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിലെ കരാര ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മത്സരം ആരംഭിക്കും. 5 കളികളുള്ള പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ പരമ്പര നിലവിൽ 1-1 സമനിലയിലാണ്. GST ബജറ്റ് ഉത്സവ് നാഗാലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയതായി വിലയിരുത്തൽ. സമീപകാല GST പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ എന്നിവ ഉൾപ്പെടുന്ന നാഗാലാൻഡിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്തേകി. നാഗാലാൻഡിന്റെ തനതായ കാപ്പി ബ്രാൻഡിനും കർഷകർക്കും ഉൾപ്പെടെ ഏറെ ഗുണം ചെയ്തതായും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഫിലിപ്പീൻസിൽ കൽമേഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 90ആയി. നിരവധി ആളുകൾ വീടുകൾ വിട്ട് പലായനം ചെയ്തു. ഈ വർഷം ഫിലിപ്പീൻസിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നാണ് കൽമേഗി. കൂടുതൽ ആളുകൾ മരിച്ച സെബു ദ്വീപിലെ മുഴുവൻ പട്ടണങ്ങളിലും വെള്ളപ്പൊക്കം വലിയ നാശമാണ് വിതച്ചത്. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി IT മന്ത്രാലയം. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും സുതാര്യമായ AI പരീക്ഷണ അന്തരീക്ഷം ഒരുക്കുകയുമാണ് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിനായി 25 ലക്ഷത്തിലധികം പേർ ആധാർ അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങൾ വിധിയെഴുതുന്നു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ സർവേ വെസൽ ഇക്ഷക് ഇന്ന് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. അതിർത്തി കടന്നുള്ള ഭീകരതയിലൂടെ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിനെ ദുർബലപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന എന്യൂമറേഷൻ ഫോം വിതരണത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ്, അർജുൻ എറിഗൈസി, പെൻഡല ഹരികൃഷ്ണ എന്നിവർ 3ാം റൌണ്ടിലേക്ക് കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.